അന്യരോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിൽ കൂടി ഉണ്ടാകുന്ന വിഷങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്ന പച്ചക്കറിയാണ് നമ്മൾ കഴിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ജൈവവള കൃഷി എന്ന് പറയുന്ന ചാണകമാണ് പറയും. പിന്നെ കൃഷി വാഴ നടുകയാണെങ്കിൽ വാഴയുടെ ചുവട് പുതയ്ക്കുക, ചവറ് വാരിയിട്ട് അല്ലെങ്കിൽ കരിയില വാരിയിട്ട് പുതപ്പിട്ടതിന് ശേഷം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചാണകമാണ്. ചാണകവും വേപ്പും പിണ്ണാക്കുമാണ് ഏറ്റവും. പിന്നെ സറാമിൽ ഇടും, സറാമിലും അതിൻ്റെ കൂടുതൽ അല്ല, രാസവളം വേറെ ഒന്നും ചെയ്യത്തില്ല. അത് ഇട്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ തന്നെ അതിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഗോമൂത്രം വാഴയുടെ ചുവട്ടിലൊഴിക്കുക. പിന്നെ വാഴയുടെ കാ വണ്ണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചാണകം ഇതിൻ്റെ കവർ നമുക്ക് വളമുള്ള കടകളിൽ കിട്ടും. ആ കവർ വാങ്ങിച്ചിട്ട് വന്ന് വാഴക്കൂമ്പ് നീട്ടി ഒടിച്ചതിന് ശേഷം ഈ ചാണകം കലക്കി ലൂസായിട്ട് കലക്കി. അപ്പോൾ ആ വെള്ളം താഴോട്ട് പോരത്തില്ല. കൂമ്പ് പൊടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ചാണകം ഈ കൂമ്പെ കെട്ടിയിടുകയാണ്. കൂമ്പെ കെട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ വളം വലിച്ചെടുത്താൽ രാസവളം ചേരാതെ നമുക്ക് നല്ല പുഷ്ടിയുള്ള കായ എടുക്കാം. പിന്നെ ഗോമൂത്രമാണ് ഏറ്റവും കൂടുതൽ വെള്ളം ചേർത്ത്, അതായത് 10 ലിറ്റർ വെള്ളത്തിൽ 2 ലിറ്റർ ഗോമൂത്രം, 1 ലിറ്റർ ഗോമൂത്രം, 2 ലിറ്റർ ഗോമൂത്രം ചേർത്ത് കഴിഞ്ഞാൽ 10 ലിറ്റർ വെള്ളത്തിൽ വാഴയുടെ ചുവട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്കവിടെ വെള്ളം ദിവസവും കോരണ്ട, ഉണക്ക് പറ്റത്തില്ല. വാഴയ്ക്ക് നല്ല വളമാണ്. പാവൽ നട്ടാൽ ഉടനെ പടവലത്തിൻ്റെ കവർ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് അത് മുറിച്ച് പാവയ്ക്കായ്ക്ക് ഇടുവാണ്. പിന്നെ ഇല വെച്ചും പൊതിഞ്ഞ് കെട്ടും. ഇത് ചെയ്യത്തില്ല, വളം ചെയ്യത്തില്ല. പിന്നെ പയറിനും അടിക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് ഈ വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ ചതച്ച് വാരി കാന്താരി മുളക്, അതിന് ഞങ്ങൾ കർണംപൊട്ടിമുളക് ഇവിടെ നടുന്നുണ്ട്. അപ്പോൾ കാന്താരി മുളകും നടും. കാരണം അത് നല്ലപോലെ അരിച്ച് ഊറ്റി സ്പ്രേ ചെയ്ത് ഈ കിളിച്ച് വരുന്നതിന് മുൻപ് 2 ഇല വന്നു കഴിയുമ്പോൾ ആ ചുറ്റിനും മണ്ണിലടിക്കുകയാണ്. മണ്ണിലാണ് ഈ സ്പ്രേ ചെയ്യുന്നത്. മണ്ണിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വള്ളി വീശി കഴിയുമ്പം തണ്ടിൽ കൂടിയാണ് ഈ പുഴു കയറുന്നത്. പയറിന് പുഴു കയറുന്നത് തണ്ട് തുറന്നാണ് കയറുന്നത്. അത് ചെറുപ്രായത്തിലേ കയറും. അതിന് പയറിൻ്റെ വള്ളിക്ക് കാമ്പറ്റ് വരുന്ന സമയത്താണ് ഈ പുഴു വലുതായി അതിൻ്റെ കാമ്പ് തിന്നുന്നത്. കാമ്പ് തിന്നുമ്പോഴാണ് പയർ ആദായമായി വരുമ്പോഴത്തേക്ക് വള്ളി ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നത്. അതിന് പയറിടുമ്പോഴേ നമ്മൾ അതിൻ്റെ ചുറ്റും ഈ സ്പ്രേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചുറ്റിനുള്ള അണുക്കൾ ചാവുക. പിന്നെ വാഴ നടുന്നതെന്ന് പറഞ്ഞാൽ വാഴയുടെ തടം ഒരുപാട് വിസ്തീരത്തിലെടുക്കത്തില്ല. 2 കുന്താലി 2-3 താഴ്ചയിൽ ആദ്യത്തെ മണ്ണ് നീക്കി പുറത്ത് കളയുക, രണ്ടാമത്തെ മണ്ണ് നീക്കി പുറത്ത് കളയുക, മൂന്നാമത്തെ മണ്ണ് എടുത്ത് ചുറ്റിനും വെച്ചിട്ട് വലിയ വിസ്താരത്തിൽ തടവെടുക്കാതെ കുന്താലി ഒരു 2 അടി 3 അടി വീതി തടവെടുത്തിട്ട് അതിനകത്ത് വാഴവിത്ത് വെച്ച് കഴിഞ്ഞിട്ട് മേളിലെ മണ്ണിടത്തില്ല. ആ മൂന്നാമതെടുത്ത മണ്ണാണ് വാഴത്തടത്തിലിട്ട് ചവിട്ടി ഉറപ്പിച്ച് പുതയിടുന്നത്. പിന്നെ വാഴയ്ക്കകത്ത് നമ്മൾ വേപ്പെണ്ണ കവിളിലൊഴിച്ച് കൊടുക്കും. വേപ്പെണ്ണ വാഴയുടെ കവിളിലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മഴ പെയ്ത് വെള്ളം വരുമ്പോൾ ആ പിണ്ടി കനത്ത് വരുന്ന സമയത്ത് ആ കവിളിൽ കൂടെ വെള്ളം താഴെ പിണ്ടിയെ കൂടെ ഒലിച്ച് താഴെ മാണത്തെ വരും. മാണത്തെ വരുമ്പോൾ പിണ്ടിപ്പുഴു വരത്തില്ല. പിണ്ടിപ്പുഴു വരാതിരിക്കുക. അപ്പോഴും രാസവളം നമ്മൾ ചെയ്യണ്ട.